Hi everyone, welcome to my channel. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഫിലിപ്സിന്റെ ഒരു കിടിലൻ മിക്സർ ഗ്രൈൻഡർ കം മിനി ഫുഡ് പ്രോസസർ. ഇനി നമുക്ക് നമ്മുടെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ ബോക്സ്. ഇതിനകത്ത് എന്തൊക്കെ അറ്റാച്ച്മെന്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ബോക്സിൽ നിന്ന് ലഭിച്ചത്. സോ ഇത് ഫിലിപ്സിന്റെ 750 വാട്ട്സിന്റെ വളരെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു മിക്സർ ഗ്രൈൻഡർ ആണ്. സോ ഇത് 2.1 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഷെഫ് പ്രോ ജാർ ആണ്. ആക്ച്വലി ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഷെഫ് പ്രോ ജാറാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് നീഡിങ് ചെയ്യാൻ പറ്റും, സ്ലൈസിങ് ചെയ്യാൻ പറ്റും, ഗ്രൈൻഡിങ് ചെയ്യാൻ പറ്റും, ചോപ്പിംഗ് ചെയ്യാൻ പറ്റും. സോ ഇതിനകത്തിലെ ഏറ്റവും കിടു പ്രോഡക്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെയാണ് ഈ ഷെഫ് പ്രോ ജാർ. സോ ഇതിൻ്റെ ഓരോന്നിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം. സോ ഇതൊരു സ്പാച്ചുല, ഇത് എൻ്റെ കൂടെ കിട്ടിയതാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് സ്ലൈസിങ് ചെയ്യാൻ പറ്റും. നമ്മുടെ സാലഡിനൊക്കെ നന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഗ്രേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്ലേഡാണ്. ഇത് ചോപ്പിങ്ങിന് ഉപയോഗിക്കാം. ഇത് ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെമി സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ കുഴച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ജാർ, ഇതിൻ്റെ ഹോൾഡർ. സോ ഇത് നമ്മുടെ ഏത് അറ്റാച്ച്മെൻ്റ് ആണോ നമുക്ക് അന്നേരം വേണ്ടത് അത് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്കിത് മിക്സർ ഗ്രൈൻഡറിൽ ഉപയോഗിക്കാം. ഇത് ഒരു 1.5 ലിറ്ററിൻ്റെ ജ്യൂസർ കം പൾപ്പ് എക്സ്ട്രാക്ടർ ആണ്. നമുക്കിതിനകത്ത് ജ്യൂസ് ഉണ്ടാക്കാം, പിന്നെ മിൽക്ക് ഷേക്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ പൾപ്സ് നമ്മൾ തേങ്ങാപ്പാൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ജാർ നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായിട്ടുള്ളത് ഒരു 1 ലിറ്റർ കപ്പാസിറ്റിയുടെ ഡ്രൈ ആൻഡ് വെറ്റ് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാനും പൊടിച്ചെടുക്കാനും ഉള്ള ഒരു ജാറാണ്. നമുക്കിതിനകത്ത് ദോശമാവും അപ്പത്തിനുള്ള മാവും ഒക്കെ ഈസി ആയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാറാണ് ഇത്. അടുത്തതായിട്ട് നമ്മുടെ ഈ ചെറിയ ജാറാണുള്ളത്. ഇത് നമുക്ക് ഒരു ചട്നി അരയ്ക്കാനും പിന്നെ അതേപോലെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് മസാലകളൊക്കെ പൊടിച്ചെടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിനി ജാറാണിത്, ചട്നി ജാർ. ഇത് നമ്മുടെ ഒരു സിട്രസ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാറാണ്. സോ ഇത് ഉപയോഗിച്ച് ഉള്ളൊരു ഡെമോ ഞാൻ കാണിച്ചു തരാം. സിട്രസ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് അനായാസേന നമുക്കിതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മൾ സാലഡിനൊക്കെ വേണ്ടിയിട്ട് വെജിറ്റബിൾ സ്ലൈസ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഇതിൻ്റെ ഹോൾഡറാണിത്. ഇതിൻ്റെ ബ്ലേഡ് ചോപ്പർ ബ്ലേഡ്, സ്ലൈസിങ് ബ്ലേഡാണ്. സോ ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇതിനകത്ത് നിന്ന് നമ്മൾ കുറച്ച് ഇതിനകത്തൊരു നോഡുണ്ട്, അതിനകത്തുനിന്ന് താഴോട്ടാക്കിയിട്ട് ജസ്റ്റ് ഇത് പ്രസ് ചെയ്താൽ മതി. ഇത് ഈസി ആയിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കിട്ടും. സോ ഇത് എന്നിട്ട് നമ്മൾ ഗ്രൈൻഡറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഇത്ര ഹൈറ്റിലാണ് നമുക്കിത് കിട്ടാൻ പോകുന്നത്. എന്നിട്ട് ഈ പ്രോ ജാറിൻ്റെ കവറാണിത്. സോ ഇത് വളരെ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇത് ലോക്ക് ആയതിനു ശേഷം മാത്രമേ നമ്മൾ വെജിറ്റബിൾസിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. സോ ഇതാണ് ഇതിൻ്റെ പുഷർ. നമ്മൾ വെജിറ്റബിൾ എല്ലാം ഇട്ടതിന് ശേഷം മേളിൽ നിന്ന് പുഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുഷറാണിത്. നമുക്കിനി വെജിറ്റബിൾസ് എങ്ങനെയാണ് സ്ലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണ് നമുക്കിത് സ്ലൈസ് ചെയ്ത് ലഭിച്ചതെന്ന്. വളരെ ഫൈനായിട്ടുള്ള സ്ലൈസസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സാലഡിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള സൈസാണിത്. ഇനി നമുക്ക് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സവാള സ്ലൈസ് ചെയ്താലോ? സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്ലേഡാണ് നമുക്കുള്ളത്. സോ അത് ഒരു അറ്റാച്ച്മെൻറ്റിനകത്ത് ഓൾറെഡി നമുക്ക് അവർ തന്നിട്ടുണ്ട്. ആ അറ്റാച്ച്മെൻറ്റിലേക്ക് നമ്മുടെ സ്ലൈസിങ് ബ്ലേഡ്
ചോപ്പിംഗ് ബ്ലേഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സോ ഞാൻ സവാള അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ പീൽ ഓഫ് ചെയ്തതേ ഉള്ളൂ, കട്ടൊന്നും ചെയ്തിട്ടില്ല. സോ അതുപോലെ തന്നെ ഞാൻ സവാള ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമുക്ക് ചോപ്പ് ചെയ്തത് കിട്ടുന്നതെന്ന്. സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള അണിയൻസ് പ്രോപ്പറായിട്ട് ഫൈനായി ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സി, നമ്മൾ കുറേ നേരം എടുത്ത് ചെയ്യുന്ന ഒരു ജോലി ഇത് വളരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്കത് ചെയ്തു തന്നു. സോ ദിസ് ഇസ് ഷെഫ് പ്രോ ജാർ. നമുക്കൊരു ജ്യൂസ് ആയാലോ? സോ ഇതാണ് ഇതിൻ്റെ പൾപ്പ് എക്സ്ട്രാക്ടർ കം ജ്യൂസിങ് ജാർ. സോ ഇത് 1.5 ലിറ്ററിൻ്റെ ആണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ ഇതാണ് അതിൻ്റെ ഫിൽറ്റർ. സോ അതിനായിട്ട് ഞാൻ കുറച്ച് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. സോ അത് ഞാൻ ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ അകത്തേക്കാണ് ഇടുന്നത്. ഇട്ടിട്ട് നമുക്ക് ഒരു ജ്യൂസ് അടിച്ചു നോക്കാം. ജ്യൂസ് മാത്രമേ നമ്മുടെ ഗ്ലാസ്സിലേക്ക് കിട്ടുകയുള്ളൂ. ഫൈൻ ജ്യൂസ്. ഇനി നമുക്ക് ഒരു സിട്രസ് ഫ്രൂട്ടിന്റെ ജ്യൂസ് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? സോ അതിൻ്റെ ജാറാണിത്. സോ അതിൻ്റെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. സോ നമ്മൾ സിട്രസ് ഫ്രൂട്ട് ഇതിനെ മേളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് വെച്ചേക്കാം. സോ ഇതുകൊണ്ടാണ് ഇതിന് സിട്രസ് പ്രസ് എന്ന് വിളിക്കുന്നത്. സോ പ്രസ് ചെയ്ത് പിടിക്കുക. സൂപ്പർ ഫൈൻ ജ്യൂസ്. ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കാണിക്കുന്നത്. എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയൊരു കാര്യമാണ്. ഞാൻ ഇതിനെപ്പറ്റി വളരെ പ്രിജുഡ്യൂസ് ആയിരുന്നു. ഇത് നടക്കത്തില്ല എന്നൊക്കെ തന്നെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതായത് നീഡിങ്. സോ നമുക്ക് ചപ്പാത്തിയൊക്കെ വളരെ അനായാസേന ഇതിനകത്തൊന്ന് കുഴച്ചെടുക്കാൻ സാധിക്കും. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ബ്ലേഡാണിത്. സോ ജസ്റ്റ് ഇതിനകത്തോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. സോ അത് തടവി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേങ്കിൽ ഇത് തടവി കൊടുക്കുന്നത് ഐ ഫെൽറ്റ് ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. സോ നമുക്കിതൊന്ന് ജസ്റ്റ് ഇതിനകത്ത് എണ്ണയൊന്ന് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള മാവും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 6 കപ്സ് ആണ്. നമുക്ക് 6 കപ്പ് വരെ മാവിനകത്ത് ഇട്ട് ഉപയോഗിക്കാം. ബട്ട് നമ്മുടെ വീട്ടിലെ ആവശ്യം അനുസരിച്ച് നമുക്കിത് ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പം നമുക്കിവിടെ 3 കപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. സോ ഞാൻ ഇതിനകത്ത് 3 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്, ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആ 3 കപ്പ് ആട്ടയും ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ 3 കപ്പിനകത്ത് ഇട്ട് കൊടുത്തു. സോ നമ്മൾ മാവ് കുഴയ്ക്കുമ്പം സാധാരണ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിനകത്തേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാണ് നമ്മുടെ പ്രസർ, റൈറ്റ്? നമുക്ക് ഇതൊരു മെഷറിംഗ് ജാറ് കൂടിയാണ്. പ്രസർ കൂടാതെ നമുക്കിതൊരു മെഷറിംഗ് ജാറ് കൂടിയാണ്. 1 കപ്പ് മാവിന് 1 കപ്പ് വെള്ളം, അതാണ് ഇവരുടെ മെഷർമെൻറ്റ് ജാർ. ഇത്രയും വെള്ളമാണ് നമ്മൾ 1 കപ്പ് മാവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 2 കപ്പാണെങ്കിൽ ഇത് ഫുൾ എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് ആട്ടയാണ്. അതിനനുസരിച്ചുള്ള വെള്ളം ഞാൻ ഇത് തന്നെ മെഷർ ചെയ്ത് ഒഴിക്കുന്നതാണ്. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനിതിൻ്റെ അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇത് എൻ്റേത് 3 കപ്പ് ആട്ട ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഫുള്ളും ഇതിൻ്റെ ഹാഫും ആണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. സോ ഫസ്റ്റ്ലി ഞാനിത് ഈ വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനൊരു ഹാഫ് കപ്പും കൂടെ ആവശ്യമാണ്, 3 കപ്പ് ആയതുകൊണ്ട്. ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ പ്രസർ കൊണ്ട് തന്നെ നമ്മളിത് ക്ലോസ് ചെയ്ത് വെക്കുക. നല്ല സോഫ്റ്റ് ചപ്പാത്തി മാവാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. വളരെ പാടുപെട്ട് സ്ത്രീകൾ രാവിലെ കഷ്ടപ്പെടുന്നതിന് ഒരു ഹെൽപ്പറാണ് ഈ മിനി ഫുഡ് പ്രോസസ്സർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.
എൻ്റെ ചപ്പാത്തി മാവും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ബോൾ മാത്രം ആക്കി ഇനി പരത്തി ചുട്ടെടുത്താൽ മാത്രം മതി. വളരെ സോഫ്റ്റാണ്. ഇനി നമുക്കിതിൻ്റെ ഗ്രേറ്റിംഗ് കൂടെ കാണാം. ഇതാണ് ഇതിൻ്റെ ഗ്രേറ്റിംഗ് ബ്ലേഡ്. സോ ഇതിൻ്റെ ഹോൾഡറിൽ ഇത് അറ്റാച്ച് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇത് ഫിക്സായി. ശേഷം നമ്മൾ ഇത് തന്നെ ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ക്യാപ്പ് കൊണ്ട് നമ്മളിത് അടയ്ക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. സോ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ചോയ്സ് ആണ്. സോ ഞാനിത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. സോ ഇതിൻ്റെ പ്രോഡക്റ്റ് വാറൻറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിന് 2 years പ്രോഡക്റ്റ് വാറൻറ്റി ഉണ്ട്. അതിൻ്റെ മോട്ടോ വാറൻറ്റി 5 years ആണ് അവർ നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ MRP 10,500 ആണ് അതിൻ്റെ MRP ഉള്ളത് ലേബലിൽ. ബട്ട് നമുക്കതൊരു 7,700 കിട്ടി. ഓഫർ പ്രൈസ് ആയിരുന്നു. So I would really love to recommend this product to everybody. It's very worth.